അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ ഇതാ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ ഡേ മൈ ലൈഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ മൈ ലൈഫ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നോമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ തലേന്നത്തുള്ള നനച്ചുളി പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരിക്കും എന്നറിയാം. അപ്പോൾ ഞാനും തിരക്കാണ്. എൻ്റെ കിച്ചൺ കണ്ടാൽ തന്നെ അറിയാം. നോക്കി മറ്റേ ഒരു പൂരപ്പറമ്പിൽ സാധനങ്ങൾ പരന്ന് കിടക്കുമ്പോൾ എൻ്റെ കിച്ചൻ്റെ ഇന്നത്തെ അവസ്ഥ. ചായകുടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ചായകുടി കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള വിശേഷങ്ങൾ നമ്മളൊന്ന് കാണിക്കാൻ പോണത്. ഇന്ന് മക്കളാരും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. കാരണം മക്കളാരും നമ്മൾ പറഞ്ഞയച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞയക്കാതിരിക്കാനൊരു കാരണമുണ്ട്. കാരണം നമ്മളിപ്പോൾ തന്നെ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് പകുതിക്ക് നമ്മളൊന്ന് വീട് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നോമ്പ് പകുതിയിൽ വെച്ചിട്ട് നമ്മളൊരു വീട് മാറൽ ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ ആ വീട് മാറുന്നത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയേയുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം. പക്ഷേ ഇത് കണ്ടില്ലേ, മക്കൾ ലഞ്ച് ബോക്സുകളാണ്. ഇന്ന് മക്കളെ പറഞ്ഞയക്കണില്ല എന്നുള്ള ഉറപ്പിൽ ലഞ്ച് ബോക്സ് ഒക്കെ ഇന്നലെ അതുപോലെ വെച്ചതാട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് സ്കൂളിൽ നിന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വരിക ചെയ്യുക. അപ്പോൾ ബാക്കി നമ്മൾ നല്ലപോലെ ഒന്നും കൂടിയൊക്കെ വൃത്തിയിൽ കഴുകി ചുടുവെള്ളം ഒഴിച്ച് വെക്കുന്ന പരിപാടികൾ ശരിക്കും രാത്രി ചെയ്യേണ്ട പരിപാടിയാണ്. പക്ഷെ ഇന്ന് മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കൂല എന്നുള്ള ഒരു ഉറപ്പ് മനസ്സിലുണ്ടായതുകൊണ്ട് ഇന്നലെ രാത്രി അത് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് അതൊക്കെ ചെയ്യണം. പാത്രങ്ങളൊക്കെ ഒരുപാട് മുറാൻ കിടക്കണം. ചായ കുടിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം മക്കളെയും കൊണ്ട് ഇന്ന് പുറത്ത് പോകാൻ. കാരണം നമ്മൾ വീട് മാറൽ ചടങ്ങിൻ്റെ ഇടയിലുള്ള നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങാനും പിന്നെ കുറച്ച് എന്താ പറയുക നമ്മൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഇടക്കും തലക്കുമായിട്ട് നമ്മൾ നോമ്പായതുകൊണ്ട് നമ്മൾ സ്കിറ്റ് വീഡിയോസ് അധികം എടുക്കലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡേ മൈ ലൈഫ് വിശേഷങ്ങളും പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് പുതിയ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വ്ളോഗുകളായിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ചായകുടി കഴിഞ്ഞ് പുട്ടും പഴമായിരുന്നു. എല്ലാവരും ചായകുടിയൊക്കെ കഴിഞ്ഞ് മക്കൾ 3 എണ്ണം അവിടെ ഇരുന്നിട്ട് ഫോണിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താതമിനോട് പറഞ്ഞാണല്ലോ ലോറി സ്കരിച്ച ശേഷം പോയാൽ മതി. ആ ലോറി സ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ അത് ഞാൻ പറയുന്നത് അതമാട് ചൂടുന്നതിൽ കഴിഞ്ഞ് ലോറി സ്കരിച്ച് കഴിഞ്ഞാണ്ട് ഇറങ്ങാന്ന്. അപ്പൊ ഒന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വാങ്ങാനും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ എല്ലാ വീഡിയോസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ നോമ്പ് പകുതിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് വീട് മാറാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഒരുക്കങ്ങൾ ചെയ്യാണ്ട് പിന്നെ ഇപ്പം മക്കൾക്കൊക്കെ നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ അതെന്തിനാന്നുള്ള വിശേഷങ്ങൾ പിന്നെ പറയാം. അങ്ങനെ കുറേ വിശേഷങ്ങൾ ഇന്നെന്നല്ല കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ നമ്മളെ വീട്ടിലെ ഒരുക്കങ്ങൾക്കാണ് കടക്കണ്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ചായകുടി കഴിഞ്ഞ പാടിൽ ഞാൻ ആദ്യം ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് തള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ റൈസ് കുക്കർക്ക് അങ്ങോട്ട് ഇറക്കി വെക്കും. റൈസ് കുക്കർ എന്നാ പറയും, ഈസി കുക്കൊക്കെ റൈസ് കുക്കർ അതിനെ പറയാം. എന്തായാലും അതെ സ്റ്റീമർക്ക് ഇറക്കി വെക്കും. അപ്പം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി അതൊരു ഗ്യാസ് ലാഭമുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ഈ സംഭവം ആരോടൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടെ. അത് എനിക്ക് ഞാൻ കുടിയിരുന്ന ആ സമയത്ത് വാങ്ങിച്ചത്. കുടിയിരിക്കല സാധനങ്ങൾ വാങ്ങിക്കില്ല നമ്മൾ ഈ വീടിരിക്കാൻ. അതായത് ഇപ്പം ഏകദേശം 5 വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് എനിക്ക് കേട്ടോ. കാരണം രാവിലെ ആണെങ്കിലും രാത്രിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ജസ്റ്റ് ചോറ് വെള്ളം തിളച്ച് അരിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിൽക്കണ്ട് ഇറക്കി വെച്ചാൽ നമ്മൾ കഴിക്കാൻ നേരത്ത് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ചൂട് ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം എന്താണ് തോനെ ഗ്യാസും വേണ്ടതിനും നമുക്ക് പിന്നെ ചോറ് ആയോ എന്തോ വെച്ചിട്ട് അടുപ്പത്തും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കുടിയിരുന്നതിന് ശേഷം കുടിയിരുന്ന ആ ഒരു സമയത്ത് ഒരു 1-2 ആഴ്ച ഉമ്മക്കളോട് തുടർച്ചയായിട്ട് നിന്നിരുന്ന സമയത്ത് മാത്രമേ അടുപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുപ്പാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും നമുക്കത് പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പം പിന്നെ ഞാൻ കൂടുതലും ഗ്യാസിന് കൂടുതലൊന്നല്ല. ഇവിടെ നമ്മളെ വീട്ടിൽ തെങ്ങില്ലാത്ത കാരണം തെങ്ങ് ഇപ്പോൾ ചെറുതായിട്ട് വെച്ച് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം തെങ്ങില്ലാത്തതുകൊണ്ട് നമുക്ക് ഓല മടല് അങ്ങനെയുള്ള സംഭവങ്ങളും അതും ഇല്ല തീയും അടുപ്പത്ത് പിടിപ്പിക്കാനായിട്ട്. അപ്പം ഞാൻ ഗ്യാസ് മാത്രം ഉപയോഗിക്കലിട്ടാ. അടുപ്പ് ഉപയോഗിക്കലേ ഇല്ല. നമ്മൾ കുടിയിരിക്കൽ കഴിഞ്ഞ പാടങ്ങനെ അടച്ചിട്ടതാണ്, പിന്നെ ഉപയോഗിച്ചിട്ടേനില്ല. അപ്പം ഈ ഒരു സംഭവം എനിക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ആകെ ഞാൻ ഉപയോഗിക്കാം. ഇനി പാത്രങ്ങൾ മോറാനൊന്നൊരു സംഖ്യയൊക്കെ ഉള്ള കിട്ടാ. പിന്നെ ഇവിടെ ഞാനൊരാളും ബാക്കിയൊക്കെ കുട്ടികളല്ലേ. അപ്പൊ ഈ 4 ആളായതുകൊണ്ട് 4 ആൾക്ക് 8 പാത്രം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ലഞ്ച് ബോക്സും സാധനങ്ങളും തന്നെ കണ്ടില്ലേ. ലഞ്ച് ബോക്സിന്റെ തന്നെ ഇപ്പൊ അത് 3 ആളെ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടാ. ഫിനൂട്ടന് ഇപ്പോ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓന്റെ പാത്രത്തിലില്ല.
സൈക്കിൾ ഓടിക്കാൻ വെയിലത്ത് കഴിഞ്ഞിട്ടാ വെയിലില്ലാത്ത സ്ഥലത്ത് മാത്രം ഓടിച്ചാൽ മതിയേ. ഫോൺ തട്ടിടല്ലേ. ഇവിടെ 2 സുന്ദരിപ്പാറോൾക്ക് എന്താ പരിപാടി? അങ്ങോട്ട് തിരിഞ്ഞ അയ്യോ സൂപ്പർ ആയിക്കണല്ല. ഇടക്ക് അങ്ങനെ ഒരു ബോധോദയാണ് രണ്ടിനും. ചിലപ്പോ ആകെ കവർത്ത് കാണാൻ പറ്റാത്ത കോലത്തിലേക്കാരോ രണ്ടും. ഡ്രസ്സ് തന്നെ ഇടൂല ചിലപ്പോ ചില നേരത്ത്. ചില നേരത്താണെങ്കിൽ രണ്ടും കണ്ണാടയുടെ മുന്നിൽ നിന്നും മാറൂല്ല. ബട്ടർഫ്ലൈ കുത്തിക്കണ അച്ഛാ സൂപ്പർ ആയിക്കണല്ലോ. വെയിലത്തിറങ്ങി കളിക്കരുതിട്ടാ. മച്ചല്ലേ കിച്ചറ പണികൾ കഴിഞ്ഞിട്ട് പോവാം നമുക്ക്. വെയിലത്തിറങ്ങരുത്. തന്നെ അതാ പെങ്ങന്മാര് സ്റ്റൈലാണെന്ന് നോക്കി ഇരിക്കണേ ആപ്പിളും തിന്നിട്ട്. അതിൽ ആരാ നല്ല ഭംഗിയായിട്ട് മുടിയൊക്കെ കിട്ടുന്ന ആള്? 2 പൊട്ടന്മാരാ? ആരെന്നെ നല്ല സ്റ്റൈലിൽ മുടിയൊക്കെ കിട്ടണമെന്ന് ഞാൻ നോക്കട്ടെട്ടാ. ആർക്ക് ഏറ്റവും ഭംഗിയിൽ കെട്ടാന്ന് അറിയാൻ നോക്കാലോ. 2 മുടി കെട്ടി വരണേട്ടാ. ഏയ് ഇവിടെ നിന്ന് 2 ഒറ്റക്ക് മുടി കെട്ടി വന്നിക്കണം. മാഷാ അല്ലാ. അപ്പൊ ഇതുപോലെ മുടിയൊക്കെ കെട്ടാൻ അറിയെങ്കിൽ എപ്പോഴും ഇതുപോലെ വാർന്ന മുടിയൊക്കെ കെട്ടിക്കൂടെ? ലീനു കണ്ടടാ ഓല് 2 ഒറ്റക്ക് മുടിയൊക്കെ കെട്ടി വന്നിക്കണത്. അങ്ങനെ കെട്ടാൻ പറ്റുന്നില്ല. എപ്പോഴും പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റക്ക് നല്ല ഭംഗിയിൽ മുടിയൊക്കെ കെട്ടി സ്റ്റൈലാക്കണം. നെയിൽസ് ഞാൻ നെയിൽസ് ഉണ്ടാക്കിയിട്ട് പേപ്പറൊന്നും അകത്തിടലിട്ടാ. ഫ്രണ്ട് ഉണ്ടാക്കി തന്നതാ. നല്ല ഭംഗിയുണ്ട്. ഇതെന്താ ഇവിടെ 2 വാലൊക്കെ തൂങ്ങണ്ടല്ലോ. സ്റ്റൈലാ? അനക്കില്ലേ വാല് ഉണ്ടോ? എനിക്ക് ചെറിയ വാല. ഓക്കെ ഇനി അവിടെ പോയിട്ട് നല്ലപോലെ കളിക്കും വെച്ചിട്ട് അടുക്കളത്തെ പണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ ഞങ്ങള് വവ്വാലാണ്. ബേബി ഹെയർ ലോങ് ഹെയർ ആയിക്കണല്ലോ. എന്നാ ചെല്ലി തല്ല് 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 തല്ല്. എല്ലായിടം നിങ്ങൾ എന്തിനാന്ന് സ്കൂൾക്ക് പറഞ്ഞേക്കാരോട് ഇരുത്തിക്കണം തല്ലുണ്ടാക്കാനാ? അപ്പോ എന്ത് കെട്ടിപ്പൊടിയാണ്? ഞാൻ ഇവിടെ ഫോണായിട്ട് വന്നപ്പോഴല്ലേ കെട്ടിപ്പൊടിയായത്. അതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പോക്കലല്ലേ ഞാൻ കണ്ടത്. അടുത്ത 10ാം ക്ലാസ്സിൽ പഠിക്കണ ഒരുത്തനാണ് ഈ ചെറിയ മക്കളായിട്ട് തല്ലുണ്ടാക്കുക. നല്ല ഉറക്കായിരുന്നു. ആ ഉറക്കം കേട്ടിട്ട് ഉറക്കത്തിന്റെ ഒച്ച കൂർക്കമലി കേട്ടിട്ടായപ്പോ ഞാൻ വന്നത്. ആരാടെ തല്ലുണ്ടാക്കി ഇവിടെ? ഓ എന്തോ ഒരു സ്നേഹമുള്ള ഏട്ടനും അഞ്ചനും ആണേ. എന്തോ ഒരു സ്നേഹമുള്ള ഒരു ഏട്ടനും അഞ്ചനും. ആനപ്പല്ല് 2 ആനപ്പല്ല് പുറത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ലടാ പിന്നുവോ ഇവിടെ നമ്മളോട് ഇവർക്ക് മാത്രമല്ല ഇത്ര ആനപ്പല്ലേ? എന്റെ നല്ല ക്യൂട്ട് പല്ല് ഒരേ നേരമില്ല. എന്റെ നോക്ക് വലിയ വലിയ പല്ല്. ഇവിടെ കണ്ട ഒരുത്തിക്ക് 8 വയസ്സ് കഴിഞ്ഞു 7 വയസ്സ് കഴിഞ്ഞ് 8 വയസ്സൊക്കെ ആവാറായി തുടങ്ങി. എന്നിട്ട് ഒരു പല്ല് പോലും ഇളകിയിട്ടില്ല പറിച്ചിട്ടില്ല. എന്റെ ബബുലുട്ടി പിന്നെ ഒരെണ്ണം നേരത്തെ പറിച്ചെടുത്തില്ലേ? ഓ പിന്നെ 6ാമത്തെ വയസ്സിലാണ് പറിക്കാൻ തുടങ്ങി. ഓർക്ക് ഇളകിയിട്ടില്ല. ഇവിടെ ഏത് പല്ലാണ് പറിക്കേണ്ടതെന്നാ ചോദിച്ചത്. അണപ്പല്ലാണ് ആദ്യം പറിക്കല്ലേ? ആനപ്പല്ലുകൾ ശരിയാണ്. എന്റെ കുട്ടി പാടിത്തരാം. എന്റെ കുട്ടി നല്ലപോലെ പാട്ടാടി പഠിക്കാം. കളിച്ചത് ശരിയാ നീ കേട്ടത് പാടവിടുന്ന്. എന്റെ മുടി ഒന്നല്ലേ പാടവിടുന്ന്. അതിന്റെ മുടിയാ നൂലാണ്. പാടോ എന്ത് ഇഷ്ടം അവിടുന്ന്. കള്ളം പറഞ്ഞാണ്ടല്ലോ ഇത് നൂലാണ്. ഇത് കണ്ടാലറിയാം. എന്റെ മുടി ഒന്ന് ഇറക്കാറേ. ഏടി മച്ചിന് പാർട്ടിയാട്ടോ എന്റെ മുടി ഇറക്കുക അങ്ങനെ പറഞ്ഞാല്. നൂലാണത്. ആകെ പറ്റിച്ചതാണ് മുന്നിട്ടാ. വൈറ്റ് കളർ നൂലാണ്. അവിടെ വിട്ടിട്ടില്ല. വിത്തുകൾ ചലിച്ചത് മായപ്പാട്ടിന് പെരിയ നീ കേട്ട ശരിയാ ആലമ്മാണം കോലം പാട്ടിന് ശരിയാ ശരിയാ നീ കേട്ട ശരിയാ നീ കേട്ട ശരിയാ മായപ്പാട്ടിന് പെരിയ
ആനപ്പാട്ടിന് പെരിയ. എന്റെ കുട്ടി നല്ല അടിപൊളി പാട്ടേരിയാടാ. റാപ്പർ കേട്ടത് ശരിയാ, കാട്ടല്ലക്ക് മവണ കൊമ്പന കള്ളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുക തള്ളച്ചത് മാനേ നാട്ടിന് പെരിയാ, നീ കേട്ടത് ശരിയാ, കാലം ശരിയാ. നീ പാട്ട് എഴുതിയോ? ഈ പാട്ട് എഴുതിയോ? നീ വീഡിയോ കണ്ടാലേ രസമുണ്ടോ? ചമ്മക്കായി കൂട്ടിയിട്ട് ആരെ വരുന്നത്? ഓമക്കായ ഉപ്പിലിട്ട് തരികയാണെന്നാ. ശരിയാണ് ശരിയാണ് ശരിയാണ്. ഓമക്കായ ഉപ്പിലിട്ട് തരികയാണ്. പിന്നെന്താണ്? വരികയാണ് വരികയാണ് വരികയാണ്. ചെക്കന്മാരെ കൂട്ടിലിട്ട് വരികയാണെന്നാ. ചെക്കന്മാരെ വീട്ടിൽ നിന്ന് വരികയാണെന്നാ. എന്തിനാ പെണ്ണാണാനാ? എന്റെ അടുക്കളയത്തെ പണിയുടെ ഇടയില് ഉപ്പും മുളകും സുർക്കിയും മാങ്ങയൊക്കെ എടുത്തുങ്ങാണ്ട് 3 പോനീന്ന് കണ്ട. എന്താ പരിപാടി? അച്ഛനെ മുളകും ഉപ്പൊക്കെ എടുത്തിട്ട് മസാല ഒക്കെ ഉണ്ടാക്കിക്കണം. പച്ചമാങ്ങ കൊടുന്നിട്ട് എന്നുവെച്ചാ കത്തിയോണ്ട് കളിക്കറ എങ്ങനെ ചെയ്യാൻ മുറിച്ചറിയാൻ മുറിച്ചരാ എങ്ങനെയാ? എന്നിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കണത് ഇതിന്റെ ഉള്ളിലാക്കാനാ? തല്ലുണ്ടാക്കല്ലേ. ഇന്നിപ്പോ നിങ്ങളെ എന്താ പറയാ തീറ്റക്കൊതിയും അതുപോലെ നിങ്ങളെ തല്ലു തീർക്കലും ഇല്ലാതെ ഇന്ന് എന്റെ ഒരു കാര്യം നടന്നിട്ടില്ല. അറിയോ നിങ്ങക്ക്? നിങ്ങളെ കത്തിയേറ്റിണ്ട് പോരാണ്ടപ്പോ പോന്നോക്കിയതാ ഞാന്. ആ നല്ല സന്തോഷല്ലേ? നമ്മളൊക്കെ ഉമ്മച്ചിയല്ലേ പറഞ്ഞത്, ഉമ്മച്ചിക്ക് ആഗ്രഹമുണ്ട് വലുതായിട്ട് ഞങ്ങളൊക്കെ ഉമ്മച്ചിക്ക് ഇതുണ്ടാക്കി തരാന്ന്. പണ്ടാണ് ചെയ്യാൻ പഠിക്കണ്ടേ? അത് ശരി. വലുതായിട്ട് ചെയ്തു തരാനുള്ളതിന് ഇപ്പൊ തന്നെ പഠിക്കാണ്. വലുതായിട്ട് എന്തൊക്കെ പോലെ ന്യായീകരണങ്ങൾ നോക്കി നിങ്ങള്. വലുതായിട്ട് ഉമ്മച്ചിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ വേണ്ടിട്ട് പോലും ഇപ്പൊ തന്നെ പഠിക്കാത്ര. വലുതായിട്ട് മാങ്ങ ഉപ്പും മുളകും ഉണ്ടാക്കുന്നത് മാത്രമേ പഠിച്ചാൽ മതിയാ? വേറെ ഒന്നും പഠിക്കണ്ട? അവിടുന്ന് തുടക്കം. വയസ്സാകുമ്പോ ഉമ്മച്ചി കാര്യം ഇതാ തരണത്. ഈ സംഭവങ്ങൾ പറഞ്ഞ പോലെ ഇതില് മാങ്ങയും ഉപ്പും മുളകൊക്കെ നടക്കുമ്പോഴേ വായില് വെള്ളം വരുന്നുണ്ട്. മക്കളെ ഈ വീഡിയോ മിക്കവാറും നോമ്പിനേക്കാരം അത് അപ്ലോഡ് ചെയ്യണ്ടാവും. ആൾക്കാർ ഇന്നെ പ്രാവുട്ടാ. റമദാൻ മാസത്തിൽ മാങ്ങി ഉപ്പും മുളകിട്ടിട്ട് കാണിക്കാന്ന് പറഞ്ഞിങ്ങാണ്ട്. മക്കളെ ഇത് നോമ്പിനെടുക്കണ വീഡിയോ അല്ല കേട്ടാ, നോമ്പിന്റെ മുന്നെടുക്കണ വീഡിയോ ആണ്. നമ്മള് വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട്. ഞങ്ങളെ വിളിച്ചില്ല, ഞങ്ങളെങ്ങനെ പാത്രത്തിക്കിടാ. കണ്ടാ ഏച്ചോക്കി ഇതാക്കടാ മാങ്ങ ഉപ്പും മുളകും കൂടി കൊടുന്ന് ഉണ്ടാക്കിയിരുന്നു വീട്ടങ്ങള്. കത്തിയേറ്റ് വരണപ്പോ പിന്നാലെ വന്നാക്കിയതാ ഞാന്. ഉപ്പ് ചെവി കുളിക്കണം. വേറെ അടിപൊളി. അത് അണ്ടിയാണ്. മാങ്ങ സീസൺ എല്ലായിടത്തും ഞാൻ ഉണ്ടാക്കി വെക്കിട്ടാ. ഇതൊക്കെ എന്നോ ഉണ്ടാക്കണതാണ് ആൾക്കാർ. നമ്മള് കുറേ മുന്നൊരിക്കൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കവറിലടിച്ചിട്ട്. ഇത് സംഭവം സൂപ്പറല്ലേ? മക്കൾക്ക് സ്കൂളിൽ ലീവുള്ള ദിവസമാണ് വെച്ചാലേ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകില്ല കേട്ടാ. അതിൽ പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഓൾക്ക് സ്കൂളില്ലാത്ത ഒട്ടുമിക്ക ദിവസങ്ങളും ഇൻ്റെത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോലും മാങ്ങ ഉപ്പും മുളകൊക്കെ എടുത്ത് തിന്നുന്നത് കണ്ടപ്പോഴേ നിൽക്കും ഒരു പൂര. അപ്പോൾ ഒലപ്പം കൂടി അതൊക്കെ തിന്നൽ കഴിഞ്ഞിപ്പോൾ ഇതാ അലക്കാനുള്ളത് കൊടുന്ന് മെഷീനിലിടാണ് കേട്ടോ. ഇനിയിപ്പോൾ യൂണിഫോം വേറെയും കളർ ഡ്രസ്സ് വേറെയും ഒക്കെ ആക്കിയിട്ട് വേറെ ആക്കി മെഷീനിലിട്ട് കഴിഞ്ഞതിന് ശേഷം ആണെങ്കിൽ ചോറ് റെഡി ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽക്കൊന്ന് തക്കാളി കൂട്ടാനോ മുട്ട എന്തെങ്കിലും ഉണ്ടാക്കി തട്ടിക്കൂട്ടി കൂട്ടാനുണ്ടാക്കി കഴിഞ്ഞ് അതും കഴിച്ച് ഞങ്ങൾ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിന്ന് ബാക്കി പരിപാടിക്ക് ഇറങ്ങാൻ. നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ കൊള്ളുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇന്ന് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയതുകൊണ്ട് ഞാനിവിടെ നടക്കുന്ന സകല അൽക്കുലിക്ക് കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കും കൂടി ചെയ്യുമ്പോൾ നമ്മൾ സമയം കുറേ അങ്ങനെയും പോകുമല്ലോ. അപ്പോൾ എന്തായാലും
ഇനി അലക്കാനുള്ളതൊക്കെ കണ്ടിടട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അടുക്കള ക്ലീനാക്കൽ കഴിഞ്ഞിട്ട് അകത്തേക്ക് എത്തിയപ്പോഴാണ് ഇന്ന് അകം തുടച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ടാണ്. അടിച്ചോറിൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഇവർക്ക് ഒഴിവുള്ള ദിവസമായതുകൊണ്ട് ഇവിടെ തുടച്ചിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ കോലം കണ്ടിട്ടോട്ട് തുടക്കാതിരിക്കാനും തോന്നണില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒക്കത്തിന് റൂമിലാക്കിയിട്ട് റൂമിൽ കട്ടുമാക്കിയിട്ട് അടച്ചിട്ടിരിക്കണം ഞാൻ. എന്നിട്ട് വേണം ഞാൻ ഓരോ ഭാഗമായിട്ട് തുടച്ചെടുക്കാനായിട്ട്. അല്ല മക്കളെ, ഞാനിപ്പോൾ ആ ടേബിള് തുടച്ചങ്ങോട്ട് വരണല്ലേ ഉള്ളൂ. ആ വെള്ളം ഉണങ്ങണേന് മുന്നേ തന്നെ അതിൽ കൈയിട്ട് ഞാൻ റൂമിൽ ഇരുത്തിയതല്ലേ, പിന്നെ എന്താ പുറത്തു വന്നത്? ഇതാ ഒരാളത്തെ പടി. ഇതെന്താണ് എന്താണ് എഴുതിക്കണേ? When I grow up, I go anywhere with my parents. വലുതായി കഴിഞ്ഞ് ഞാൻ എൻ്റെ പാരൻസ് ഇല്ലാണ്ട് എവിടേക്കും പോകൂലെന്നാ? ആ വള്ളത്തോടക്കണം മണഞ്ഞതോടെ കളയില അവിടേക്ക് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒക്കെ ചെയ്യാം. കുട്ടികൾ ഇപ്പോൾ ചെറുതായി കഴിയുമ്പോൾ ഒന്ന് എവിടെയെങ്കിലും പോയി നിന്നാണ് മറ്റേത് ഒന്ന് തുടച്ച് മുഴുവനാകട്ടെ. ചെല്ലും എന്നാ അല്ലെങ്കിൽ ആ കോണിമെങ്കിലും കയറിയിരിക്കേ. അല്ലാതെ ഞാൻ ഇവിടെ തുടച്ചിട്ട് എന്താ കാര്യം? ആ കോണിമെങ്കിലും കയറിയിരുന്നാണ്. അങ്ങനെ മക്കളെ ഒരു റൂമിലേക്ക് ആക്കി ഞാനിതാ വീണ്ടും ക്ലീനിങ്ങിലേക്ക് തുടങ്ങിക്കാണ് കേട്ടോ. ഇവരെ ഒഴിവുള്ള ദിവസം ഇങ്ങനത്തൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിച്ച സമയത്തും വിചാരിച്ച നേരത്തും ഒന്നും സംഭവങ്ങൾ തീരലുണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇരട്ടി പണികൾ ഏറെക്കുറെ ആയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് അവർ ഉണ്ടാക്കി തരും. കൂടെ അവരെ തല്ലും തിരക്കും വേറെ. പിന്നെ ഇവർ ആറ്റനെയും ബബുലും ലിനുവിൻ്റെയും വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് ഇവർ തമ്മിൽ എങ്ങനെ വഴക്കുണ്ടാക്കുമോ, പ്രശ്നക്കാരാണോ എന്നൊക്കെ. സത്യത്തിൽ അവർ തമ്മിൽ ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങുമ്പോൾ വഴക്കില്ലാത്ത കളി കുറവായിരിക്കും. പക്ഷേ എങ്കിൽ ഓര് തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നല്ല വഴക്കും കൂടും, നല്ല സ്നേഹമാണ്. കാരണം ഓരോ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓവറായിട്ട് ഇടപെട്ടിട്ട് കഴിഞ്ഞാൽ പ്രശ്നക്കാർ നമ്മളാവും എന്ന് പറഞ്ഞ പോലെ കാരണം ലാസ്റ്റ് ഓല് മൂന്നാളും ഒറ്റ സെറ്റ് ആവട്ടാ. അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോവലില്ല. പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മളതായ വീട് വൃത്തിയാക്കലും കാര്യങ്ങളും പണികളും ഒന്നും നീങ്ങലുണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു 12:30 ടൈം ആകുമ്പോഴത്തേനും പണികളൊക്കെ തീർത്ത് വേഗം ചോറും തിന്നിങ്ങാണ്ട് നമുക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും ഇറങ്ങാന്നാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ സമയം 1:30 മണിയായിട്ടുണ്ട്. ഇപ്പോഴും ചോറ് തിന്നലും കുളി പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ക്ലീനിങ്ങിന് മുഴുവനായിട്ടില്ല. ഇത് തീർത്തിട്ട് വേണം വേഗം അടുത്ത പണിക്ക് നിൽക്കാനായിട്ട്. നോമ്പായതിൻ്റെ ശേഷം ഈ ഒരു പെരയിൽ എത്ര അടിയും തൊടി മുക്കും മൂലി എത്തിക്കൽ കഴിഞ്ഞിക്കണമെന്ന് എനിക്കും പഠിച്ചവർക്ക് മാത്രമേ അറിയൂ. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? നോമ്പിന്റെ തലേന്നായപ്പോത്തിന് വീണ്ടും മറ്റേ എന്താ പറയാ ഒന്ന് തുടങ്ങണ്ടെന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇവരുടെ പോലെ. ഡെയിലി സാധനങ്ങൾ ഒരുക്കിച്ച് എനിക്കിപ്പം പ്രാന്താളെ പോലെ ആയിട്ടുണ്ട്. ഇതൊന്നൊരിക്ക നാളെ അത് തീരുക, ഇന്നൊരിക്ക നാളെ അത് വീണ്ടും വീണ്ടും വന്നു. സേഫ്ലി തന്നെ വായിക്കാം. രണ്ട് മീനിങ് ഒന്നല്ലേ? എന്താ മരുന്നിന്റെ പോച്ചിലോണ്ട് വെച്ചാ എന്ത് തല്ലാടി നിങ്ങള് തമ്മില്? എന്തിനാണ് നിങ്ങൾ ചെറിയ കാര്യത്തിന് ഇങ്ങനെ തല്ലുണ്ടാക്കണത്? എന്താ പുതിയ പ്രശ്നം എന്താ? എന്താ പ്രശ്നം എന്താണ്? ഒരാൾ ആറ്റ പൊട്ടത്തി മണ്ടത്തിന്ന് ഒരാള്, ബബുല് പൊട്ടത്തി മണ്ടത്തിന്ന് ഒരാള്. എന്താ പ്രശ്നം? ഞങ്ങളോട് പറ്റില്ല ട്വിൻസോള് ചെറിയ കാര്യങ്ങൾക്ക് തല്ലുണ്ടാക്കാൻ പാടില്ലാന്ന്. എന്താ കഥ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടാ? ട്വിൻസോള് തല്ലുണ്ടാക്കിട്ട് എന്താ ഉണ്ടായിന്ന് ഓർമ്മയില്ല? ആറ്റൊക്കെ ഓർമ്മ ഉണ്ടാ? എന്തായിരുന്നു അത്? ആ ഉടുപ്പല്ലേ കൊടുക്കാനുള്ളത്? ആ കൊടുക്കാനുള്ള ഉടുപ്പ് മാറ്റി വെച്ചാൽ മറ്റേ കവറേക്ക് ഇട്ടേക്കട്ടെ എന്ന് വെച്ചാ. ഞാൻ മറ്റേ ഡ്രസ്സിലെ പുതിയത് പർപ്പിൾ ഡ്രസ്സൊക്കെ എടുത്ത് ആങ്കറിൽ വെച്ചാണ്. നമുക്ക് പണിയോട് തരിക ഏറ്റവും നല്ലത്. പണി തരിക ചായ ചെയ്ത് ഇങ്ങനെ ഇരുന്നോളൂ. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഇറക്കി അപ്പത്തല്ല അടയ്ക്ക്. അതിൽ ആ പുതിയ ഡ്രസ്സുകൾ ഓരോരുത്തരുടെ ആങ്കറിൽ വെക്കിട്ടാ. അൻ്റെത് മാത്രമോ? എൻ്റെ മാത്രം ചെയ്തോ, ഓൾത് ചെയ്തോട്ടെ. ബബുലുവിൻ്റെ ആങ്കറിൽ കിട്ടേക്ക് പുതിയ ഡ്രസ്സ് എടുത്തിട്ട്. ഞാൻ ഇവിടുന്ന് തല്ലണത് കേട്ടിട്ടുണ്ടെന്ന് കണ്ടല്ലോ. രണ്ടിനും
ഒരാളെ കൊച്ചിക്കും ഒരാളെ കൊയിലണ്ടിക്കും കൊണ്ട് കെട്ടിച്ചയക്കും. പിന്നെ ഞങ്ങൾക്ക് കാണാൻ തന്നെ പറ്റൂല. അറിയാം ഞങ്ങൾക്ക് തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ട്വിൻസോളെ രണ്ട് നാട്ടിൽ കണ്ട് പറഞ്ഞേക്കും. പിന്നെ കാണാൻ പറ്റൂല. കാണാൻ പറ്റണ്ട. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക്, നിങ്ങൾക്ക് രണ്ടാൾക്ക് എത്ര ദിവസം കാണാതിരിക്കാൻ പറ്റും? അത് പറഞ്ഞാണേ. ബബുലുക്ക് ആറ്റിനെ കാണാതെ എത്ര ദിവസം ഇരിക്കാൻ പറ്റും? ബബുലുവാ പറഞ്ഞാ ബബുലുക്ക് ആറ്റിനെ കാണാതെ എത്ര ദിവസം ഇരിക്കാൻ പറ്റും? ഒരു ദിവസം ഇരിക്കാൻ പറ്റുമോ? ആറ്റക്കോ? പൂജ്യോ? അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തല്ലുണ്ടാക്കണേ? ആറ്റ തുടക്കം വെച്ചത്? ആറ്റെ എന്താ ഇന്നത്തെ കാര്യം ഉണ്ടായത്? പ്രശ്നം, പുതിയ പ്രശ്നം എന്താ ഉണ്ടായത്? എന്ത്? ബബുലു ചെവി കേക്കല്ലെന്ന് പറഞ്ഞേച്ചി? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇജെന്തോട് പറഞ്ഞ കേട്ടില്ലേ? അത് സേഫ്ലി ഓള് കേട്ടിട്ടുണ്ടാവൂല. അപ്പൊ അങ്ങനെ വരക്കുമ്പോ എങ്ങനെ അടി കേക്കുക? അപ്പൊ അത്ര ചെറിയൊരു കാര്യത്തിനാണ് ഈ മണ്ടത്തി പൊട്ടത്തി ബബുലു എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പാട്ട് ആരാ ചെവി കേൾക്കാത്തോളൂ എന്ന് പറഞ്ഞതോളെ? ആറ്റ. അപ്പൊ ആറ്റയുടെ അടുത്തല്ലേ തെറ്റാറ്റേ? ചിരിക്കല്ലേ ചി കളത്തിയേ? ഡ്രസ്സോട് എടുത്തേക്കിട്ട് അത് നിലത്തിലല്ലേ നീ? ഇല്ലേ നമ്മളീ വട്ട തന്നെ അല്ലേ? എന്താടി എനിക്ക് അങ്ങനെ ഒരു ടോക്ക്? തല്ല് വേണ്ടട്ടാ. അങ്ങനെ ഇതാ ഞങ്ങളെ ഇന്നത്തെ എന്താ പറയുക ക്ലീനിങ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിഞ്ഞതാ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ? ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോൾ നമ്മളെടുത്ത ഡാമേജ് വീഡിയോ ഒന്ന് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒരു സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഉടനെ ഉണ്ടാവുക. ഇന്നത്തെ കഴിഞ്ഞ് നിങ്ങളെ വർത്താനും തല്ലും പിടിയും പിന്നെ മാങ്ങ തിന്നലും അടിക്കലും തുടക്കലും ഒക്കെ പാടും കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സമയം കഴിഞ്ഞ്. ഇനി അടുത്ത വീഡിയോ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.